തിരുവല്ല നിയോജക മണ്ഡലത്തിലെ മീനുകളാണ്. നിങ്ങൾക്ക് എനിക്ക് വോട്ടം തരാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഇലക്ഷൻ നിൽക്കുന്ന വിവരം അറിയിക്കാൻ വന്നതാണ്. ബാക്കി ഇവിടെയുള്ള മനുഷ്യർക്ക് എനിക്ക് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഫോണും നെറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളാരും അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ അറിയിക്കാന്ന് കരുതി നിങ്ങൾ കൂടുതൽ എല്ലാവരും പറഞ്ഞേക്കണം കേട്ടോ. ആരാണ് മത്സരിക്കുന്നതെന്ന് അറിയാലോ. പേരും ഡീറ്റെയിൽസും ഒന്നും പറയുന്നില്ല, നമുക്ക് പേരിലും കഥയില്ല. അപ്പോൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് മീനുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയണമല്ലോ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്നോട് പറയണം. അപ്പം ഞാൻ അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ നടപടിയാക്കി തരാം, ഇടയ്ക്കൊക്കെ വരാം. മറ്റേ ഇപ്പോൾ മനുഷ്യരുടെ കാര്യം നോക്കുവാണെങ്കിൽ അവർക്ക് എന്നും ഓൺലൈനിൽ അവൈലബിൾ ആണ് ഞാൻ. അപ്പോൾ ഇനി എല്ലാ ദിവസവും വൈകിട്ട് 8 മണി കഴിഞ്ഞ് ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ തിരുവല്ലയിലുള്ള ആളുകൾക്ക് ലൈവ് കാണുമ്പോൾ എന്തെങ്കിലും പറയാനോ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കും. അതിപ്പോൾ എന്തായെന്ന് പറഞ്ഞാലും ഡെയിലി കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം തൽക്കാലം വോട്ട് ചോദിക്കുന്ന പരിപാടിയൊക്കെ വോട്ട് ചോദിക്കുന്നില്ല, എന്തിന് ഇലക്ഷൻ നിന്നു എന്നുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ലൈവിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ഇലക്ഷൻ പ്രചരണ രീതികൾ എന്ന് പറയുന്നത് പഴയ രീതിയിൽ പോസ്റ്ററോ ബാനറോ ഫ്ലെക്സോ മൈക്ക് അനൗൺസ്മെന്റ് പോലെ നടക്കുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല, വലിയ പ്രധാനമൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതിയല്ലോ, എന്താണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. അതിനപ്പോൾ അജു അലക്സ് തിരുവല്ല 2026 എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജും ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. അജു അലക്സ് തിരുവല്ല 2026 എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിലും ഫേസ്ബുക്കിലും. അപ്പോൾ ഒരു പേജും പ്രൊഫൈലും ഒക്കെ യൂട്യൂബ് ചാനലിൽ കിട്ടും. അതിനകത്ത് ലൈവ് വീഡിയോസ്, ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേണേൽ വോട്ട് ചെയ്യാം, എന്ത് വേണേൽ ചെയ്യാം. ഞാൻ ആരും വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, അങ്ങനെ ഒരു വോട്ട് ചെയ്യത്തില്ലല്ലോ. എന്തിനു വോട്ട് ചെയ്യണം? അത് നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള സ്ഥാനാർത്ഥികളോ ഇതുവരെ നടന്ന ഭരണങ്ങളോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തതയോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമോ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രം വോട്ട് ചെയ്യാം. അവിടെയും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്ങനെ എന്നെ ഇഷ്ടമല്ല വോട്ട് ചെയ്യണമെന്ന് വേണ്ട. എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്ന ഇതൊന്നും അല്ല. നിങ്ങൾ ഈ ആളും പേരും ഇയാൾ എന്താണ്, ഇയാൾ അങ്ങനത്തെയാണ് ഇങ്ങനത്തെയാണ് നോക്കരുത്. നിങ്ങൾക്കിപ്പോൾ ഒരാൾ ഐഫോൺ മേടിച്ചെന്നാൽ നിങ്ങളത് ആ ഐഫോണിന് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും, അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു എന്താ പറയുക, ഇപ്പം ഞാനൊരു MLA ആകുന്നു എന്നല്ല പറയുന്നത്, അല്ല എനിക്കൊരു മന്ത്രി ആകണം, അങ്ങനെയല്ല. ഈ സിസ്റ്റത്തിനകത്ത് ചില പ്രശ്നങ്ങൾ, ഈ സിസ്റ്റത്തിനകത്തുള്ള കറപ്ഷൻ മൊത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനൊന്നിച്ച് ശ്രമിച്ചാൽ നടക്കും. ഒന്നിച്ച് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് അകത്ത് കയറി ഒന്ന് ശരിയാക്കുന്ന സംഭവം അല്ലത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിക്കാൻ തെളിയിച്ചിട്ടുണ്ട്. ഈ ചാരിറ്റി എന്ന് പറഞ്ഞ സെറ്റപ്പിലെ കറപ്ഷൻ മൊത്തമായിട്ട് എടുത്ത് കളഞ്ഞ് പെർമനന്റ് സൊല്യൂഷനാണ് കൊടുത്തേക്കുന്നത്. അതായത് ട്രാൻസ്പെറൻറ്റ് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം അങ്ങോട്ട് ചെയ്ത് കാണിച്ചു. അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ആണോ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ MLA എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ MLA ട്രാൻസ്പെറൻ്റ് ആണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ബാക്കിയുള്ള MLA-മാരെല്ലാവരും എന്താ അങ്ങനെ എന്ന് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാം. എല്ലാവരും ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ട്രാൻസ്പെറൻ്റ് ആയി. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇത്രയും ബുദ്ധിമുട്ടില്ല. നമ്മുടെ ആരുടെയും കാര്യങ്ങൾ ഇത്ര ബുദ്ധിമുട്ടില്ല, എല്ലാം ഈസി ആയിട്ട് നടക്കും. ഈ അഴിമതിയും അനാസ്ഥയും ഒഴിവാക്കി കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഇതിൽ ഡബിളായിട്ട് നടക്കും, നഷ്ടങ്ങൾ കുറഞ്ഞിരിക്കും. എല്ലാവർക്കും സമാധാന സന്തോഷ സുഖകരമായ ഒരു ജീവിതം നമുക്ക് വേണ്ടേ. ഈ അമേരിക്ക എന്ന് പറയുന്നുണ്ട്. അമേരിക്ക പോലെ കേരളം ആക്കേണ്ട കാര്യമില്ല. കേരളം പോലെ കേരളം ഇരുന്നുകൊണ്ട് അമേരിക്ക വേണേ കേരളം പോലെ ആവട്ടെ. അല്ല പിന്നെ അതിനൊക്കെ പറ്റുന്നൊരു നാടായത്. ഇവിടെ ഉള്ളവരെല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ തൊഴിൽ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അതിനകത്തുനിന്ന് ഷെയർ എടുക്കുന്നിടത്തുനിന്ന് ഉണ്ടാക്കുന്ന ഡെവലപ്മെന്റ് ആരാണ്ട് ഉരുട്ടി തരുന്ന പോലെ തരിക, എന്നിട്ട് അതിനകത്തുനിന്ന് അടിച്ചു മാറ്റി അത് ഈ അനാസ്ഥ കൊണ്ടുണ്ടാക്കുന്ന നഷ്ടങ്ങൾ, ഒരു പാലം പണിയുന്നു അത് പൊളിയുന്നു, അത് വീണ്ടും പണിയണ്ടേ, അതിനകത്ത് പിന്നെയും തട്ടിക്കണ്ടേ. അപ്പോൾ ഇത്ര തട്ടിപ്പും വെട്ടിപ്പും അല്ലേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ആ തട്ടിപ്പും വെട്ടിപ്പും പൂർണ്ണമായിട്ട് ഒഴിവാക്കി അങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ച് നോക്ക്, എന്നിട്ട് തീരുമാനിക്കുക. അല്ല ഇപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല, ഞാനിത്രേ പറയുന്നുള്ളൂ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ വേറൊന്നും ചെയ്യാനുമില്ല. ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ട് നടക്കും. ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെവലപ്മെന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരുടെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒന്നിച്ച് അധ്വാനിക്കുന്നതിനനുസരിച്ച് ഡെവലപ്മെന്റ് നടക്കും. അത് സ്വാഭാവികമായിട്ട് നടക്കും. വേണ്ടത് എന്ത് വേണ്ടാത്തതെന്നൊക്കെ തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ള അറിവും വിവരവും എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറയുന്ന സിസ്റ്റത്തിൽ ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ ഞാനല്ല തീരുമാനിക്കുന്നത്, എല്ലാവർക്കും തീരുമാനിക്കാം. ഓരോ പ്രൊജക്റ്റും പൊതുജനത്തിൻ്റെ പാർട്ടിസിപ്പേഷനിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതിൻ്റെ കണക്കും അതിൻ്റെ ചെലവും അതിൻ്റെ തെളിവും എല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ ഈ കേരളത്തിലെ ഫുൾ മലയാളികളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് വേണം ഈ തീരുമാനമൊക്കെ എടുക്കുക. അതിനുള്ള ടെക്നോളജി ഇപ്പോൾ അഡ്വാൻസ്ഡ് ആണ്, മനസ്സിലായി. ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ല. അത് മര്യാദയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയും ടെക്നോളജി അഡ്വാൻസ് ആയിട്ടും അതിനെ വേണ്ട രീതി യൂസ് ചെയ്യാത്തൊരു സിസ്റ്റം ഇവിടെ നടക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ മര്യാദയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതികൾ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അതിന് ഇനിയിപ്പോൾ ഇതിനകത്ത് കാണിച്ചു തരാം. ഇത് ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കുന്ന പോലത്തെ ഒരു സംഭവമുള്ളൂ. ഒറ്റ ദിവസം പോരാ, ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് നേരം കൊണ്ട് ഓരോ ദിവസവും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഓരോ ദിവസവും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും.
അതിനധികം സമയവും വേണ്ട, ഒന്നും വേണ്ട. ഒരാളൊന്ന് ഇറങ്ങി ഇതൊന്ന് ചെയ്ത് കാണിക്കണം, അത്രേ ഉള്ളൂ. ഇവർക്ക് ഇത് ചെയ്യാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ കൊണ്ട് പറ്റത്തില്ല. ഇവരുടെ പേടി മൊത്തം ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ അഴിമതി നടത്തുന്നവർ കൂടുതൽ ഇവരൊക്കെ തന്നെയാണ്. എനിക്ക് അഴിമതിക്കും അനാസ്ഥയ്ക്കും സമയമില്ല, മനസ്സിലായോ? ഈ അഴിമതിയൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്തൊന്നും ഞാൻ എന്തോ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇൻസ്റ്റാൾ ചെയ്യുക, പോകുക എന്നുള്ളതേ ഉള്ളൂ. അതിന് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആര് ഭരിച്ചാലും കുഴപ്പമില്ലെന്ന്. നമ്മൾ ഇങ്ങനെ ഒരാൾ വേണമെന്നല്ല പറയുന്നത്. ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ പ്രാപ്തരായ ഒരു ജോലി, അവിടെ നിങ്ങൾ ഇന്ന ആൾ ചെയ്താലേ ശരിയാകത്തുന്ന ഒരു ജോലിയുണ്ട്. അവിടെ ആരാ കേപ്പബിൾ ആയിട്ടുള്ളവർ വരും. ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, എഡ്യൂക്കേറ്റഡ്, അതിൻ്റെ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഇരുത്തിയാൽ മതി. അതിന് ഇലക്ഷൻ പോലും വേണമെന്നില്ല. അതാണ് ആ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ഇവിടെ അതില്ല. ഇവിടെ ഒരുത്തം വന്നാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാലം കഴിഞ്ഞു പോയി. ആ കാലഘട്ടമല്ല ഇത്, ആ കാലം കഴിഞ്ഞ്. ഇവിടെ ഒരാളല്ല വേണ്ടത്. ഇത് സംവിധാനം പഴയത്, കാലഹരണപ്പെട്ട രീതികളാണ് ഇവിടെ മൊത്തം. ഈവൻ ഓഫീസ് സിസ്റ്റം പോലും വളരെയധികം പുറയിലാണ്. ഒരു നല്ലൊരു രാജ്യത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്താൽ നമ്മളുള്ളവർക്ക് പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പണിയുണ്ട്. പണി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പലർക്കും ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് 100% കറക്റ്റാക്കി തരാൻ പറ്റും. അഴിമതി പൂർണ്ണമായിട്ട് നിർത്തി തരും. ഇങ്ങനെ പറയുന്ന ഒരാളെ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നതും കേട്ടിട്ടില്ല. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എങ്ങനെ ഞാൻ